ഹലോ ഗൈസ്, അപ്പോൾ വിഷൻ ബോർഡ് പാർട്ട് 2 വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഡേ 2 ഓഫ് മേക്കിംഗ് വിഷൻ ബോർഡ്. ഇപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കട്ട് ചെയ്ത പിക്ചേഴ്സ് ഒക്കെ ഇന്ന് നമ്മൾ ഒരു ചാർട്ട് പേപ്പർ എടുത്ത് അതിനകത്ത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനത് നോക്കുവാണ് എങ്ങനെയൊക്കെ ഏതൊക്കെ സൈഡിൽ തന്നെ വെക്കണമെന്ന്. ആദ്യമേ തന്നെ വിഷൻ ബോർഡ് സെൻറ്ററിൽ തന്നെ വെച്ച് ബാക്കിയൊക്കെ അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഏകദേശം ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്കും എൻ്റെ കൂടെ പറപ്പായ മടി എന്നെ തേടി വന്നു. അതോടെ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് ഡേ 3യിലാണ്. ഇത് തുടങ്ങി 3-ാം ദിവസമാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരു ചാർട്ടിൽ എങ്ങനെ നമ്മൾ ഇത്രയും പിക്ചേഴ്സ് ഒട്ടിക്കും. അങ്ങനെ ഞാൻ വലിയൊരു കാർഡ്ബോർഡ് എടുത്ത് അതിനെ 2 പീസായിട്ട് കട്ട് ചെയ്ത് അതിനകത്ത് അറേഞ്ച് ചെയ്തു. ഇത്ര അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു ക്ഷീണം. അതോടെ അവിടെ വെച്ച് നിർത്തി. പിന്നെ ഞാൻ ഡേ 4ലാണ് തുടങ്ങുന്നത്. ഓർക്കണം, ഡേ 4ആയി ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ. ഓ എന്താല്ലേ. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഭയങ്കര സെറ്റപ്പിൽ വന്നേക്കുവാന്ന്. ഫ്ലൂഗണൊക്കെ പിടിച്ചിരിക്കുകയല്ലേ ഞാൻ. പക്ഷെ അത് വെറും തോന്നല് മാത്രമാണ്. ഫ്ലൂഗൺ വെച്ച് ഒട്ടിക്കണമെന്നൊക്കെ ആയിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ഫ്ലൂഗണിന് ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ട് അത് ഒട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ ഇനി എന്ത് ചെയ്യാൻ ഓർത്തപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്റെ 2 ഗ്ലൂ ഉണ്ട്. അപ്പൊ നമുക്ക് അത് വെച്ച് ഇനി ഒട്ടിക്കാം. അപ്പൊ ഈ വട്ടം എങ്ങനെയെങ്കിലും വിഷൻ ബോർഡ് പകുതി എങ്ങനെ കംപ്ലീറ്റ് ആക്കണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഇൻട്രസ്റ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാട്ടൊക്കെ കേട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ചെയ്യുമ്പോൾ വെളുപ്പാൻ രാവിലെ 2 മണി ആയിട്ടുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഒട്ടിച്ചില്ലല്ലോ എന്ന് ഓർത്തത്. വേറൊന്നുമല്ല, ഈ മടി മാറ്റുന്ന കാര്യം. ഈ മടി മാറ്റിയല്ലേ ഡെയിലി വീഡിയോ ഇടാൻ പറ്റും. ഡെയിലി എഡിറ്റ് ചെയ്യണ്ടേ, ഡെയിലി പഠിക്കണ്ടേ, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ ചെയ്യാൻ കിടക്കുന്നു എനിക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ വിഷൻ ബോർഡിന്റെ ടോപ്പ് പോർഷൻ കഴിഞ്ഞു. അതിന്റെ എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോ കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പണി കിട്ടാതെ ഒരു പണിയും തീരത്തില്ലല്ലോ. അങ്ങനെ ഗ്ലൂവും എന്നെ തേച്ചു തുടങ്ങി. പക്ഷെ ഞാനതിനെ അങ്ങനെ വെറുതെ വിടുവോ? ഞാനതിനെ നല്ല രീതി നെക്കി അതിനോട്ടുള്ള എല്ലാ ഗ്ലൂ എടുത്ത് ഒട്ടിക്കാൻ വീണ്ടും തുടങ്ങി. ലേശം ഞാൻ പോയി കിടന്നുറങ്ങി. അന്ന് വൈകിട്ടാണ് പിന്നെയും ഞാൻ വിഷൻ ബോർഡ് ഒട്ടിക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ എങ്ങനെയൊക്കെയോ കാർഡ്ബോർഡിൽ പിക്ചേഴ്സ് എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോ തീർന്നു. ഇല്ല, വീണ്ടും ഒരു ട്വിസ്റ്റ് ഡേ 5ലാണ് നടക്കുന്നത്. അപ്പം ഇതാണ് ഡേ 5. അപ്പൊ ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് ഒരു പണി തന്നെ ആയിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ കാർഡ്ബോർഡ് ഒട്ടിച്ച് ഏകദേശം കഴിയാറായപ്പോഴാണ് എനിക്ക് കുറച്ച് പിക്ചേഴ്സും കൂടെ ഒട്ടിക്കാനായിട്ട് സ്ഥലം തികയാതായത്. അപ്പൊ ഡേ 3യില് 2 കാർഡ്ബോർഡാണ് കട്ട് ചെയ്ത് വെച്ചത്. അതിൽ ഒന്നാമത്തെ ഏകദേശം സ്പേസ് കഴിയാറായപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്താ പിന്നെ 2ാമത്തെ കാർഡ്ബോർഡ് ഉപയോഗിക്കുന്നതിനെ കാട്ടി കുറച്ചും കൂടെ ഭംഗി ചാർട്ട് പേപ്പറിൽ തന്നെ ഒട്ടിക്കുന്നതാണ്. സെന്ററിൽ വെച്ച വലിയൊരു പിക്ചർ അത് കാൻവയിൽ ചെയ്തതാണ്. അപ്പൊ അത് വെട്ടുന്നേക്കെ നമ്മൾ ഡേ 1ൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് വെറുതെ കളയണ്ടെന്ന് വെച്ച് അത് ഫ്രണ്ടിൽ ഒട്ടിച്ചിട്ട് ബാക്കി തികയാത്തെല്ലാം ഇവിടെ ഒട്ടിച്ചു. ഇങ്ങനെ നീണ്ട 5 ദിവസത്തെ എന്റെ വിഷൻ ബോർഡിന്റെ പണി ഇവിടെ തീർന്നു. അപ്പൊ ഒരു ഐഡിയ ഇറക്കുമ്പോൾ മറുവശത്ത് നമ്മളൊരു ഫ്രണ്ടും കൂടെ കാണത്തില്ലേ. അങ്ങനെ പാറുവിനും ഞാനൊരു വിഷൻ ബോർഡ് സെറ്റ് ആക്കി കൊടുത്തു. അപ്പൊ ബൈ.